Dear students, today I want to discuss the Neet Chapterwise previous year questions. Thermodynamics എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 3 ഭാഗങ്ങളായിട്ടാണ്. ടോട്ടൽ 53 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതിനെ 3 ടോപ്പിക്കുകളായിട്ട്, ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ്, specific heat capacity and the thermodynamic processes, Carnot engine and refrigerator. അതിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള മേഖലയാണ് തെർമോഡൈനമിക് പ്രോസസ്സസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ അറ്റ് ഫസ്റ്റ് we can move with the questions of first law of thermodynamics. Question number 1. 1 gram of water of volume 1 centimeter cube at 100 degrees Celsius is converted into steam at temperature under normal atmospheric pressure. The volume of steam formed equals 100,671 centimeter cube. The specific latent heat of vaporization of water is 2256 joules per gram. The change in internal energy is, so ആദ്യം 1 gram of water, so അതിൻ്റെ വാട്ടറിൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 1 centimeter cube. $100 ആണ്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമാക്കി മാറ്റേണ്ടതാണ് ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 1671 സെൻറ്റിമീറ്റർ ക്യൂബ്. അറ്റ് ദ നോർമൽ പ്രഷർ ദറ്റ് P is given as 1 atmosphere is roughly 10 to the power of Pascal. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്നാണ് പറയുക. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട എനർജി ടു ദ സിസ്റ്റം. അപ്പോൾ സാധാരണ രൂപത്തിൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വെപ്പറൈസേഷൻ 1 ഗ്രാം കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ട എമൗണ്ട് ഓഫ് എനർജി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ the quantity of heat energy given to the system is nothing but equal to EM into L. So that is equal to 1 gram into 2256. So that means 2256 joule. ഇവിടെ വോളിയം എക്സ്പാൻഷൻ സംഭവിക്കുകയാണ് അല്ലേ. 1 centimeter cube is converted into so much. അപ്പോൾ അതുകൊണ്ട് തന്നെ how much work is there done നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു P into dV. So that is equal to P into the volume of steam minus the volume of water. That is equal to 10 to the power of 5 into 1671 minus 1 into 10 to the power of minus 6. So that is equal to 1670 into 10 to the power of minus 1. That is equal to 167 joule. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് is nothing but equal to the change in internal energy. By using our first law of thermodynamics, we know the delta Q take the value delta U plus the work done. So our aim is to find delta U, that is delta Q minus delta W. So that is equal to 2256 minus 167. So that is equal to 2089 joules. So that is the concept, and we get to C as the choice. So we can move with the next question, number 2. A sample of 0.1 gram water at 100 degrees Celsius and normal pressure requires 54 calorie of heat energy to convert it into steam at 100 degrees Celsius. If the volume of the steam produced is 167.1 cc,
the change in internal energy of the sample is. വീണ്ടും സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് 54 കാലറി എന്നാണ്. ആൻസേഴ്സ് എല്ലാം ജൂളിലായതുകൊണ്ട് നമുക്ക് 1 കാലറി ഇറ്റ് ഈസ് ഈക്വൽ ടു 4.18 ജൂൾ. സോ 225.72 ജൂൾ. ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചാൽ again we know the relation as P into dV, that is 10 to the power of 5 into 167 into 10 to the power of minus 6 minus. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ ഓർക്കണം വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1.1 ഗ്രാം ഓഫ് വാട്ടർ. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് നമുക്ക് മാസ് ബൈ ഡെൻസിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ 0.1 into 10 to the power of -3 ഡിവിഷൻ ബൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് 10 ക്യൂബ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് 10 to the power of -7 ആയിട്ട് മാറുകയാണ് അല്ലേ. എന്ന് പറയുമ്പോൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എടുത്താൽ 0.1 ആയിട്ട് മാറുകയാണ് അല്ലേ. ഇറ്റ് ഈസ് വളരെ ലെസ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് അവോയ്ഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് 167 into 10 to the power of 5, 10 to the power of -6. So 10 to the power of -1. So that is equal to 16.71 joule. Then what is the change in internal energy? അതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുക. നമ്മുടെ വീണ്ടും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് നമുക്കറിയാം ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു, ദാറ്റ് ഈസ് ഈക്വൽ ടു 225.72 minus 16.71, that is equal to 209.04 joule. That is roughly we can say the B choice as the answer for the problem. So we can move with the number 3. A system is taken from A to state C by two paths ADC and ADZ and ABC. The internal energy at the point A is UA, that is given as is equal to 10 joule. Along the path ADZ, the amount of work done, അപ്പോൾ എ ഡി സിയിലേക്കുള്ള വർക്ക് ഡൺ ഇറ്റ് ഈസ് ഗിവൻ ആസ് 20 joule. Whereas along the path ABC, the heat absorbed, we can write delta Q is equal to delta Q2, okay, that is equal to 36 joule. The amount of work done along the path ABC, delta ABC, delta W2, we need to find it. വീണ്ടും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ Q1, that is for ADC, it should be equal to delta U1 plus delta W1. So that is the concept here. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ADCയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് 50 ആണ്. That is equal to delta U1 plus അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ആ പാത്തിലെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് 50 minus 20 is equal to 30 ജൂളായിട്ട് നമുക്ക് കിട്ടി. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, എ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് സി അല്ലേ എത്തുക. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമ്മൾ മനസ്സിലോർക്കേണ്ട ഒരു പോയിൻ്റ്, ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സിലും സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത ഡെൽറ്റ U1 തന്നെ ആയിരിക്കും രണ്ടാമത്തെ കേസിലെയും, കാരണം ഇനിഷ്യലും ഫൈനൽ പൊസിഷൻസും സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് രണ്ടാമത്തെ പാത്തിലേക്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ Q2 എന്ന് പറയുന്നത് ഡെൽറ്റ U2 പ്ലസ് ഡെൽറ്റ W2 ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇവിടെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി
ഫോർ ദ ഹോൾ പ്രോസസ് ഫ്രം എ ഡി സി എന്ന് പറയുന്ന 30 ആണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ W2 ആണ്. സോ ഡെൽറ്റ W2 എന്ന് പറയുന്നത് ഡെൽറ്റ Q2 മൈനസ് ഡെൽറ്റ U2 ആണ്. എന്താണ് ഡെൽറ്റ Q2? Q2 എന്ന് പറയുന്നത് 36 ആണ് മൈനസ് ഡെൽറ്റ U2. ഡെൽറ്റ U2 പറയുമ്പോൾ so here we get the value as 30. So on taking difference we get 6 joule. That means നമുക്ക് എ ആൻസർ ആയിട്ട് നമുക്ക് പറയാം. സോ ഒരേ പൊസിഷൻസ് ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജി അതേപോലെ തന്നെ സെയിം ആയിരിക്കും എന്നൊരു കാര്യം ഓർക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ വന്നിരിക്കുക. An ideal gas from state A to state B via 3 different processes as indicated in the PV diagram. അപ്പോൾ 1, 2, 3 പാത്തുകളാണ്. If Q1, Q2, Q3 indicate the heat absorbed by the gas along the 3 processes and delta U1, delta U2, U3 indicate the change in internal energy along the 3 processes respectively, then what we can say? അപ്പം ഇവ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റും എൻഡ് ചെയ്യുന്നതും ഒരേ പൊസിഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ബിക്കോസ് ഓഫ് ദ സെയിം ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്, ഡെൽറ്റ U1 എന്ന് പറയുന്നത് ഡെൽറ്റ U2 എന്ന് പറയുന്നത് ഡെൽറ്റ U3 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പം അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് ചിന്തിക്കേണ്ടത് അത് ചെയ്യുന്ന വർക്ക്, ഓരോ പ്രോസസ്സും ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് പി വി ഡയഗ്രത്തിലെ വോളിയം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈസ് ഡെൽറ്റ W1 ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ W2 ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ W3. അങ്ങനെയാണെങ്കിൽ കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റും by using the first law of thermodynamics, delta U plus delta W. അപ്പോൾ ഡെൽറ്റ യു എല്ലാവർക്കും സെയിം ആണ്. വർക്ക് നമുക്ക് അതിൻ്റെ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞു. സോ വി ക്യാൻ സേ ഡെൽറ്റ Q1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2, greater than 3. So that is the very important concept. That is Q1 is greater than Q2 is greater than Q3. That means we can take A as the answer for the problem. So we can move with the next question, number 5. The internal energy change in a system has absorbed 2 kilocalorie of heat. So the amount of heat absorbed delta Q is equal to 2 kilocalorie. That is equal to 2 into 10 to the power of 3 into 4.2. That is equal to 8,400. And the 500 of joule of work is done. So delta W is equal to 500 joule. Therefore, the change in internal energy, that is equal to delta Q minus delta W, that is equal to 8,400 minus 500, that is equal to 7,900 joule. So C is the choice for the problem. We can move with the number 6. 110 joules of heat is added to a gaseous system whose internal energy is 40 joule. Then the amount of external work done is. So അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഡെൽറ്റ വർക്ക് എന്ന് പറയുന്നത് is nothing but equal to delta Q minus delta U. That is equal to 110 minus that 40 joule. So that is equal to roughly we get as a 70 joule. So B as the choice for the problem. So we can move with the question number 7. Which of the following is not the thermodynamic function? So we can surely say that B. ബാക്കി എൻതാൽപ്പിയും ഗിബ്സും ഇൻറ്റേർണൽ എനർജിയും ഒക്കെ നമ്മുടെ തെർമോഡൈനാമിക്കൽ പ്രോസസ്സാണ്. പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഒക്കെ. First law of thermodynamics is the consequences of conservation of, that is nothing but energy. So B is the answer for the problem. So we can move with number 9.
two cylinders A and B of equal capacity are connected to each other by a stop cock. അപ്പോൾ നമുക്ക് ഒരു സിലിണ്ടറാണ്, രണ്ട് ഭാഗങ്ങളുണ്ട്, ഈക്വൽ വോളിയമാണ്, ഈക്വൽ കപ്പാസിറ്റി ആണ്. സോ ഒരു സ്റ്റോപ്പ് വാച്ച് കൊണ്ട് അടച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് തെർമലി ഇൻസുലേറ്റഡ്. തെർമലി ഇൻസുലേറ്റഡ് എന്ന് പറയുമ്പോൾ A contains an ideal gas. Okay, it is an ideal gas at a standard pressure, and the pressure B is completely evacuated. Evacuated എന്ന് പറയുമ്പോഴേ നമുക്കറിയാം പ്രഷർ 0 ആയിരിക്കും. The entire system is thermally insulated. അപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർക്കണം, no heat exchange will happen. That is delta Q is equal to 0 ആണ് എന്നുള്ള കാര്യം. Then the stop cock is suddenly opened. The process is so expansion against that pressure is equal to 0. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് തെർമലി ഇൻസുലേറ്റഡ് ആണ്, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു 0 ആണ്. സോ ഉറപ്പിച്ച് നമുക്ക് ഉത്തരം പറയാം, യെസ്, അഡയബാറ്റിക് പ്രോസസ് ആണ്. സോ വി ക്യാൻ സേ എ ആസ് ദി ചോയ്സ്. Move with the question number 10. In which of the following process heat is neither absorbed nor released by a system? So അവിടെയും നമുക്ക് ഉത്തരം പറയാൻ പറ്റും, ഈസിയോടെ അഡയബാറ്റിക് പ്രോസസ്സാണ്. ഐസോതെർമൽ എന്ന് പറയുമ്പം നമുക്കറിയാം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഐസോബാറിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കണം, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഐസോകോറിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് വോളിയം ഈസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. നമ്പർ 11. The volume of a monoatomic gas varies with the temperature as shown in the figure. The ratio of work done by the gas to the heat absorbed when it undergoes a change from state A to B. So that is we need to find it. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്ക് വോളിയം ടെമ്പറേച്ചർ കർവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ലുക്ക്, പ്രഷർ എന്ന് പറയുന്നത് ഐസോബാറിക് പ്രോസസ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം നമുക്ക് പറയാം, വി ടി കർവ് എന്നാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സോ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം, ഇറ്റ് ഈസ് ദ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോബാറിക് പ്രോസസ്സാണ്. അപ്പോൾ പ്രോസസ്സ് ആണെങ്കിൽ നമുക്കറിയാം ഡി ക്യു എന്ന് പറയുന്നത് സിംപ്ലി എൻ സി പി ഡെൽറ്റ ടി ആയിരിക്കും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഒരു മോണോ എഡമിക് ഗ്യാസ് ആണെങ്കിൽ സി പിയുടെ വാല്യൂ വി നോ ദ വാല്യൂ ആസ് 5/2 R ഇൻറ്റു ഡി ടി. വർക്ക് ഡൺ എന്ന് പറയുന്നത് സിംപ്ലി പി ഇൻറ്റു ഡി വി ആണ് എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എൻ ആർ ഡി ടി ആണെന്നറിയാം. Therefore that work done division by dq എന്ന് പറയുന്നത് nr dt division by n into 5/2 R dt. So വ്യക്തതയോടെ dt cancel, nr cancel, we get the value as 2/5. So that is A as the choice. So we can move with the question number 12. The thermodynamic process are indicated in the following diagram. Process 1, 2, 3, 4 അതിൽ അഡയബാറ്റിക് ആണോ, ഐസോബാറിക് ആണോ, ഐസോകോറിക് ആണോ, ഐസോതെർമൽ ആണോ എന്ന് നമ്മൾ കൃത്യതയോടെ പറയാം. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ക്ലാരിറ്റിയുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലേ? ദാറ്റ് ഫോർത്ത് ഓപ്ഷൻ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദാറ്റ് ഐസോബാറിക്. ഫോർത്ത് വൺ, ദാറ്റ് ഈസ് എസ് പ്രോസസ് ഈസ് ഐസോബാറിക്, ദാറ്റ് ഈസ് ബി. സോ ഒന്നുകിൽ എ വരാം അല്ലെങ്കിൽ ഡി വരാനുള്ള ഓപ്ഷനായി. അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഏറ്റവും അറിയാവുന്നുള്ളൊരു കാര്യമാണ് ദിസ് വൺ, ബി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഐസോകോറിക് പ്രോസസ് ആയിരിക്കും, അല്ലേ? സി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. What about the 3 and 2?
നമുക്കറിയാം അഡയബാറ്റിക്കും അതോടൊപ്പം തന്നെ ഐസോതെർമൽ പ്രോസസ്സസുമായിരിക്കും. സാധാരണ അഡയബാറ്റിക് കർവ്സ് ആർ സ്റ്റീപ്പർ ദാൻ ഐസോതെർമൽ. സോ ഉറപ്പിച്ച് നമുക്ക് എ ആസ് ദി ആൻസർ എന്ന് നമുക്ക് പറയാം. Then we can move with the next one. A gas is compressed isothermally to half its initial volume. The same gas is compressed separately through an adiabatic process until its volume is again reduced to half. അപ്പോൾ ആദ്യത്തെ കേസ് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് വോളിയം ഹാഫായിട്ട് മാറ്റുകയാണ്. പക്ഷേ അത് ഐസോതെർമൽ പ്രോസസ്സാണ്. പിന്നെ പറയുകയാണ് ഇതേ പ്രോസസ്സ് അഡയബാറ്റിക്കലി നമ്മൾ നടത്തിയാൽ വാട്ട് വി ക്യാൻ സേ, compressing the gas isothermally will require more work to be done. Compressing the gas through adiabatic process will require more work to be done. Compressing the gas isothermally or adiabatically will require the same amount of work. Which of the case, whether compression through isothermal or through adiabatic, requires more work will depend upon the atomicity of the gas. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം നമ്മൾ കൺസിഡർ ചെയ്താൽ ദാറ്റ് പ്രഷർ വോളിയം കർവ് ഫോർ ദ പ്രോസസ്, നമുക്കറിയാം ഇനിഷ്യൽ വോളിയത്തിൽ നിന്ന് അത് പകുതി വോളിയത്തിലേക്കുള്ള പ്രോസസ്സാണ് അല്ലേ. ഇപ്പോൾ സ്വാഭാവികപരമായിട്ടും ലുക്ക് ഇതാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്ന സമയത്ത് വോളിയം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ എടുക്കുമ്പോൾ ആദ്യത്തെ കർവിനാണ് മോർ വർക്ക് ഡൺ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അഡയബാറ്റിക് കർവ് മോർ സ്റ്റീപ്പർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് അഡയബാറ്റിക്കും ഇത് ഐസോതെർമലുമായിട്ട് നമുക്ക് പറയാം. സോ ദ വർക്ക് ഡൺ ഫോർ ദ അഡയബാറ്റിക് പ്രോസസ് ഈസ് ഗ്രേറ്റർ ദാൻ isothermal. So we can take B as the answer for the problem. We can move with the question number 40. Figure below shows two paths that may be taken by a gas from A to C. A il ninnu C ilekku. In the process AB, 400 joule of heat is added to the system, and in process BC 100 joule. The heat absorbed by the system in the process AC. അപ്പം ഡെൽറ്റ ക്യൂ എ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എ ബി സി എന്ന് പറയുന്ന നമ്മുടെ പ്രോസസ്സ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിലാദ്യം എ മുതൽ സി വരെ നടത്തുമ്പോൾ രണ്ട് പ്രോസസ്സുകൾ നടത്തുകയാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ടോട്ടലായിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോർ എ ബി സി എന്ന് പറയുന്നതിന് രണ്ട് പ്രോസസ്സസ് ഏതൊക്കെ, എ ബി പ്ലസ് ദാറ്റ് വർക്ക് ഡൺ ഫോർ ബി സി. പക്ഷേ എ ബി എന്ന് പറയുമ്പോൾ ഐസോകോറിക് പ്രോസസ്സ് ആയതുകൊണ്ട് വർക്ക് ഡൺ 0 ആണ് അല്ലേ, ഡെൽറ്റ ബി 0 ആയിട്ട് മാറുകയാണ്. അപ്പോൾ ബി സിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റഫ്ലി നമുക്ക് അത് നമ്മുടെ മേക്ക് ചെയ്യുന്ന ഏരിയ കൺസിഡർ ചെയ്താൽ മതിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ പ്രഷറാണ് 2, ഇത് 4 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ പി ഇൻറ്റു ഡി വി ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0, ഓക്കെ, പ്ലസ് 0 പ്ലസ് പി ഈസ് വാട്ട് that correspondingly BC യുടെ that pressure is 6 into 10 to the power of 4 into that change in volume 4 minus 2, that is 2 into 10 to the power of minus 3, that is equal to 1260, that much joule. So 6 into 2, 12 into 10. So that is 120 joule. അപ്പോൾ നമ്മൾ വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ കൊടുക്കുന്ന എനർജിയെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എനർജി ഫോർ ദ പ്രോസസ്സ് നമുക്ക് കൊടുക്കാം. ഇറ്റ് ഈസ് ആഡഡ് 400 ജൂൾ ഫോർ എ ബി. ഇപ്പോൾ ക്യൂ എ ബി പ്ലസ് ക്യൂ ബി സി ആയിട്ട് നമ്മൾ എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 400 പ്ലസ് 100
So we get the value as 500 joule. അപ്പോൾ ആ ഒരു എ ബി സി പ്രോസസ്സിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ യു എ ബി സി എന്ന് പറയുന്നത് ക്യു എ ബി സി 500 മൈനസ് വർക്ക് എ ബി സി as 120. So we get the answer as is equal to 380. പക്ഷേ ഇത് ഈ രണ്ട് പോയിന്റ്സ് ഇനിഷ്യലും ഫൈനലും ഒരേ പോയിന്റ് ആയതുകൊണ്ട് തന്നെ എ സിയുടെയും ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഡൗട്ട് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും. എ സിയുടെയും അത് എന്ത് തന്നെ ആയിരിക്കും, 380 ജൂൾ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വർക്ക്, എ സിയുടെ വർക്ക് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതിന് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ആ ഏരിയയ്ക്ക് നമുക്ക് രണ്ട് പാർട്ടായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു, അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഹാഫ് ഇൻറ്റു, സോ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് 2 × 10⁻³ ആണ്. 4 - 2, 2 × 10⁻³ ആൻഡ് ദ പ്രഷർ അല്ലെങ്കിൽ ദിസ് ഗ്യാപ്പ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 6 - 2, ദാറ്റ് ഈസ് 4 × ദാറ്റ് 10⁴. ദാറ്റ് മച്ച് പ്ലസ് നമ്മുടെ ഒരു ചെറിയ ഒരു റെക്റ്റാങ്കിളൂടെ വരെയാണ്. സോ 4 - 2, ദാറ്റ് ഈസ് 2 × 10⁻³ ഇൻറ്റു ദാറ്റ് പ്രഷർ എന്ന് പറയുന്നത് 0 to P ആണ്. ദാറ്റ് ഈസ് 2 × 10⁴. സോ വർക്ക് ഡൺ നമുക്ക് എടുത്താൽ 2 ക്യാൻസലായി മാറി. ദാറ്റ് ഈസ് 40 + 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 80. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഡെൽറ്റ ക്യൂ ഫോർ ദ പ്രോസസ് എ സി എന്ന് പറയുന്നത് ഡെൽറ്റ യു എ സി പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എ സി. ഡെൽറ്റ യു എന്ന് പറയുന്നത് 380 ആയിട്ട് നമുക്ക് കിട്ടി. ദാറ്റ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് +80 ആയിട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 460 ജൂൾ. സോ വി ഗെറ്റ് ബി എസ് ദി ചോയ്സ്. We can move with the question number 15. An ideal gas is compressed to half of its initial volume by means of several processes. Which of the processes results in the maximum work done on the gas? അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആ ഒരു പ്രോസസ്സ് എപ്പോഴും ഓർക്കണം, ആ ഡയഗ്രാം. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ദെയർ. അപ്പോൾ അതിൽ സാധാരണ സ്റ്റീപ്പറായിട്ട് വരുന്നത് ഏറ്റവും ഇതിൽ വരുന്ന അഡയബാറ്റിക് ആയിരിക്കും, പിന്നെ ഐസോതെർമൽ ആയിരിക്കും, പിന്നെ ഐസോബാറിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ വോളിയം റിഡക്ഷൻ ആണെന്നുള്ള കൺസെപ്റ്റ് മറന്നു പോകരുതേ. സോ വി ക്യാൻ സേ ദ പ്രോസസ് എന്ന് പറയുന്നത് 15th one ഡി ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. For 16, a monoatomic gas at pressure P having volume V expand isothermally to a volume 2V and then adiabatically to volume 16V. The final pressure of the gas is. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ മോണോ ആറ്റമിക് ആണ്. ഓക്കെ, അവൻ്റെ വോളിയം 2Vയിലേക്ക് മാറുന്നു. ദാറ്റ് പ്രഷർ പി എന്നാണ് പറയുന്നത്. ബട്ട് ദാറ്റ് പ്രോസസ് ഈസ് സെഡ് ടു ബി ഐസോതെർമൽ. അപ്പോൾ ഐസോതെർമൽ എന്ന് പറയുമ്പോൾ പ്രോസസ്സ് നമ്മുടെ പെട്ടെന്ന് മനസ്സിലേക്ക് വരേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഫോർ ദ 2 cases വി ക്യാൻ റൈറ്റ് P1 B1 ഷുഡ് ഈക്വൽ ടു P2 V2. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ എൻഡ് പ്രഷറിലേക്ക് നമുക്ക് വരാൻ എളുപ്പമാണ്. ദാറ്റ് ഈസ് P1 V1 ഡിവിഷൻ ബൈ V2 അപ്പോൾ ഇവിടെ ഇനിഷ്യൽ പ്രഷർ P ആയിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ വോളിയം എന്ന് പറയുന്നത് 2 ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു P/2. അപ്പോൾ അടുത്ത കൺസെപ്റ്റ് എന്ന് നമ്മളോട് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അഡയബാറ്റിക്കലി ലുക്ക്. അപ്പം അടുത്ത പ്രോസസ്സ്, അപ്പോൾ ഇവൻ്റെ ഐസോതെർമൽ കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോസസ്സ് അഡയബാറ്റിക്കിലേക്ക് പോകാം. അപ്പോൾ അവിടുത്തെ ഇനിഷ്യൽ വോളിയം എന്തായിട്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്? അത് 2V ആണ്. ദെൻ അവിടുത്തെ പ്രഷർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, P/2. അതെന്തിലേക്ക് മാറുകയാണ്? 16 വോളിയത്തിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടുത്തെ ഫൈനലായിട്ടുള്ള പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കതിനെ P2 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു അഡയബാറ്റിക് പ്രോസസ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് PV⁻γ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ രണ്ട് കേസസിലേക്ക് നമുക്ക് എടുക്കുമ്പോൾ P2 V2⁻γ എന്ന് പറയുന്നത് P3 V3⁻γ എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ P3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു P2 × V2/V3 that much raised to gamma. So that is the concept there.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് P2 എന്ന് പറയുന്നത് P/2 ആണ്, V2 എന്ന് പറയുന്നത് 2V ആണ്, ബട്ട് V3 എന്ന് പറയുന്നത് 16V ആണ്. ദ ഹോൾ റൈസ് ടു ഗാമ വി ക്യാൻസൽ ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P/2 ഇൻറ്റു ദ 1/8 that is 2 raised to 3 raised to gamma is given as 5/3. അപ്പോൾ അവിടെ ആ 3 ക്യാൻസൽ ആയ 2 raised to 5 ആയിട്ട് മാറുകയാണ് അല്ലേ. സോ ദ ആൻസർ എന്ന് പറയുന്നത് P/2 ഇൻറ്റു 2 to the power of 5. സോ 2 raised to 5 എന്ന് പറയുന്നത് 32 ആണെന്നറിയാം. ഇൻറ്റു 2 it becomes 64. We can say that is P/64. So that is the answer. We get C is the choice. We can move with the next one. In a thermodynamic system undergoes a cyclic process A, B, C, D, A. The work done by the system in the cycle is. അപ്പോൾ നമ്മൾ പ്രിലിമിനറി ആയിട്ട് ചില കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് സൈക്ലിക് പ്രോസസ്സാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വർക്ക് ഡൺ മൈനസ് ആണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഇവിടെ വരുമ്പോൾ ഒരു സൈക്ലിക്കാണ്, അപ്പം വർക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു സെൻറ്റർ O ആയിട്ട് എടുത്താൽ, അപ്പോൾ ഒരു പ്രോസസ്സ് എടുക്കുമ്പോൾ OBCയുടെ വർക്ക് ഡൺ OBC പ്രോസസ്സും അടുത്തത് OADയുമായിട്ട് എടുത്താൽ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് സിംപ്ലി വി നോ ഇറ്റ്സ് ഏരിയ. അപ്പോൾ ഏരിയ നമുക്ക് എങ്ങനെ OBCയുടെ കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഏരിയ നെഗറ്റീവാണ്, കാരണം പ്രോസസ്സ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ആയിട്ടുള്ള BC എന്ന് പറയുന്നത് 2V0 മൈനസ് V0 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡായിട്ട് കൊടുത്തിരിക്കുന്നത് ദ പ്രഷർ ഡിഫറൻസ് 3P0 മൈനസ് 2P0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ഇൻറ്റു V0 ഇൻറ്റു ദാറ്റ് P0. സോ അതേപോലെ നമ്മൾ OADയുടെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഓർക്കേണ്ടത് അവൻ പോസിറ്റീവാണ്, കാരണം സൈക്ലിക്കാണ്. വീണ്ടും ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ആയിട്ട് AD ആണ് 2V0 മൈനസ് V0 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് വരുമ്പോൾ 2P0 മൈനസ് P0 ദാറ്റ് ഈസ് P0. അപ്പോൾ രണ്ടിൻ്റെ ഏരിയയും സെയിം ആണ്, ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം നമുക്ക് ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇൻ ദ സൈക്കിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 17th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു. വി ക്യാൻ കണ്ടിന്യൂ വിത്ത് 18th ക്വസ്റ്റ്യൻ ഇൻ ദ കമ്മിങ് വീഡിയോ. തെർമോഡൈനാമിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. മിനിമം 1 to 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാം for the NEET examination from this section. So take care. God bless you.